നമസ്കാരം, അമൃതാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ്. നേര് കണ്ടു, ഡങ്കിങ് കണ്ടു. ഡങ്കിനെ കുറിച്ച് നമുക്ക് രണ്ടാമത് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് മലയാള സിനിമയായിട്ടുള്ള നേര് തന്നെ ഡിസ്കസ് ചെയ്യാം. നേരിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ്, ഹാറ്റ്സ് ഓഫ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്നുള്ള ഏതൊരു പ്രോഡക്റ്റിനും പ്രൊമോഷൻ ഒരു ആവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇത്. നമ്മൾ വ്യൂവേഴ്സ് അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ ഫിലിം മേക്കിംഗ് അപ്രോച്ച് വെച്ചിട്ട് ഈ സിനിമ നോക്കി കാണരുത്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതിൻ്റെ ടാഗ്ലൈൻ തന്നെ അദ്ദേഹം ആൻ ഇമോഷണൽ കോഡ് ഡ്രാമ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡിറ്റോ എക്സാക്ട്ലി, അതായത് ഡയറക്ടർ എന്താണ് പബ്ലിക്കിനോട് ഒരു ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ അതിൽ നിന്ന് ഒരു പടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്ത നേരായിട്ടുള്ള സത്യമായിട്ടുള്ള പ്രൊമോഷൻ. ഞാൻ ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ് അത് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ എനിക്ക് ഓവറോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നല്ല സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ഉർവശിയും അംബികയും ഒക്കെ ആയിട്ടുള്ള ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ജിത്തു ജോസഫിൻ്റെ കോൺഫിഡൻസിനെ എടുത്തു പറയാൻ കാരണം, ഇപ്പോൾ നമുക്കറിയാം സിനിമ നമ്മൾ ലാലേട്ടൻ്റെ സിനിമകൾ എടുത്താൽ തന്നെ അടുത്ത് വന്ന ഒരുപാട് സിനിമകൾ ഫ്ലോപ്പായി. ലാലേട്ടൻ്റെ എന്നല്ല, എല്ലാ സിനിമകളും ഒരു ഓവർ ഹൈപ്പിങ് കൊണ്ടാണ് ശരിക്കും മാളിപ്പോണേന്ന് എനിക്ക് സംശയമുണ്ട്. അതിൽ ഈ യൂട്യൂബിൽ പെയ്ഡ് പ്രൊമോഷൻ കൊടുത്തിട്ട് ഇത്ര ടൈമിനകത്ത് ഇത്ര കൗണ്ട്സ് കിട്ടിയെന്നൊക്കെ കാണിക്കുക. അപ്പോൾ ആ ഹൈപ്പിനൊത്ത റിസൾട്ട് നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് സിനിമ മോശമായിട്ടുള്ള അഭിപ്രായം പബ്ലിക്ക് പറയും. അതോടൊപ്പം സിനിമയ്ക്ക് ഒരു പരിധി വരെ പ്രൊമോഷൻ സൈഡിൽ നിന്നുള്ള ഒരു തിരിച്ചടി നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ പ്രൊഡക്ഷൻ കമ്പനികൾ ജിത്തു ജോസഫിനെ കണ്ടു പഠിക്കുക. ഒരുപാട് ഓവർ ഹൈപ്പ് ചെയ്ത് ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ് തള്ളി മറിക്കുന്നതിൻ്റെ ഒന്നും പറയാനുള്ള കാര്യം, ആ ചെയ്തു വെച്ചതിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, ഇതാണ് ഞാൻ ചെയ്തതെന്ന് പറയാനുള്ള തൻ്റെ ഇടവും അത് ജനങ്ങളിലേക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സക്സസ് ആക്കണമെന്നുള്ള ആ ഒരു സീക്രട്ട് അദ്ദേഹത്തിന് അറിയാം. അത് അദ്ദേഹം നന്നായിട്ട് മൂവീസിൽ, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ത്രൂ ഔട്ട് ഇതൊരു കോർട്ട് റൂം ഡ്രാമ ആയതുകൊണ്ട് തന്നെ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് ഇതിൻ്റെ വിഷ്വൽ പോർട്രേ ചെയ്തിരിക്കുന്ന ആ രീതി. ഇത് കോർട്ടിൽ നടക്കുന്ന വാദങ്ങളാണെങ്കിൽ പോലും അതിനിടയിൽ വരുന്ന ന്യൂമറസ് ആയിട്ടുള്ള ആ ഇമോഷൻസിനൊക്കെ അങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട് അവർ ക്യാമറയിൽ ചെയ്തിരിക്കുന്ന ഇടയ്ക്കുള്ളൊരു ക്ലോസ് റേഞ്ചിൽ പോയിട്ട് വൈഡ് വരുന്ന ആ ഒരു രീതിയായിരുന്നാലും അതിനിടയിൽ ആ ഒരു ഫീല് കിട്ടത്ത, ആ ഇമോഷണൽ കണക്ട് കിട്ടത്തക്ക വിധത്തിലുള്ള BGM കൂടെ. അതെനിക്ക് തോന്നുന്നത് ഒരു പ്യുവർലി ആ കമ്പോസിഷൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ BGM ചെയ്തിരിക്കുന്ന ആളുടെ കഴിവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ആ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജിത്തു ജോസഫ് കൂടെ ഇരുന്ന് മൈന്യൂട്ടായിട്ട് ഓവർ ആക്കാതെ അതിൻ്റെ ലെവലിൽ പിടിച്ച് നിർത്തിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതെന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ അനശ്വര രാജൻ, അദ്ദേഹത്തിൻ്റെ അധികം സിനിമകളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിടത്തോളം എനിക്ക് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടുള്ള ഒരു ആക്ട്രസ് അല്ല. പക്ഷേ എങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അത് ബ്ലൈൻഡായിട്ട് പലരും നമ്മൾ അഭിനയിച്ച് കാണാറുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു അന്ധയായിട്ടുള്ളതിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ, അത് നന്നായിട്ട് ആ കുട്ടി അത് അഭിനയിച്ചങ്ങ് ഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്നതിലുള്ള കൊച്ചു മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ഫേസിൽ വരുത്തിയിരിക്കുന്നത്, ഈ കണ്ണ് കാണാത്ത ഒരാളുടെ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ്, അതൊക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് റിച്ചായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ, അദ്ദേഹം ഇതിനകത്ത് ശരിക്കും ലാലേട്ടനെ കാണാനില്ല. അദ്ദേഹം പ്യുവർലി ആ കഥാപാത്രമായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ ഭയങ്കര ഒരു സംഭവം പോലെ ഇങ്ങനെ നായകനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ഒരു രീതിയിലൊന്നും അല്ല. അത് ജിത്തു ജോസഫിൻ്റെ ആ ഒരു യൂഷ്വൽ ഫോമാറ്റ് തന്നെയാണ്. ഒരു റിയൽ ടൈം സ്റ്റോറി ടെല്ലിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു യൂഷ്വൽ സ്റ്റൈൽ തന്നെയാണ്. ആ റിയൽ ടൈം സ്റ്റോറി ടെല്ലിങ്ങിൽ നമ്മളങ്ങനെ ഇൻവോൾവ് ചെയ്യും. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ആ ജേണിയിൽ കൂടെ കൊണ്ടുപോയി എല്ലാ സംഭവങ്ങളും നല്ല വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്ന, എന്നാൽ ഇതിനിടയിൽ ഒരുപാട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിന് കൃത്യമായിട്ട് സബ് ടൈറ്റിൽസ് വരുന്നുണ്ട് മലയാളത്തിൽ. എന്നാൽ അതിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാകാത്ത ഒരാളിന് പോലും ആ ഒരു ജസ്റ്റേഴ്സിലൂടെ നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടന് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിയൽ ലാലേട്ടനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫിൻ്റെ സിനിമകളിൽ മാത്രമേ ശരിക്കും ലാലേട്ടൻ അങ്ങനെ ഒരു കഥാപാത്രമായി ട്രാൻസ്ഫോം ആവുന്നുള്ളൂ. ബാക്കിയുള്ള റീസെൻ്റായിട്ട് വന്ന സിനിമകളിലൊക്കെ ഒരു നമ്മുടെ യൂഷ്വൽ ഒരു നടനെ അങ്ങനെ ഒരു സംഭവമാക്കി എടുക്കുന്ന രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ
അതൊന്നും ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളൊന്നും അത്ര കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന മലൈക്കോട്ടെ വാലിബനായിരുന്നാലും അതിനകത്തൊക്കെ ഒത്തിരി ഓവറാക്കിയിട്ടാണ് അതിൻ്റെ അത്രയും സ്കെയിലിലെടുത്ത പടം ആയതുകൊണ്ടായിരിക്കാം പ്രൊമോഷൻ കുറച്ച് കൂടുതൽ ആയി പോകുന്നുണ്ടോയെന്ന് സംശയമുണ്ട്. എങ്കിലും ആ സിനിമയ്ക്കകത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം അതും ഒരു നല്ല ഡയറക്ടറിൻ്റെ ഔട്ട്പുട്ടാണ് അതിനകത്ത് വരാൻ പോണത്. അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. ഇപ്പോൾ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ തിരക്കഥ എടുത്ത് പറയേണ്ടതാണ്. ഇതിനകത്ത് തിരക്കഥയിൽ ജിത്തു ജോസഫും ഒരു പാർട്ടാണ്, അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റും ഇതിൻ്റെ ഒരു പാർട്ടാണ്. അത് നമുക്ക് ആ കോർട്ട് റൂമിൽ നടക്കുന്ന കോൺവെർസേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അറിയാം. അതിനകത്ത് പക്ക കോർട്ടിൽ യൂസ് ചെയ്യുന്ന വാക്കുകളും ഇതെല്ലാം അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീൻ പ്ലേയിലും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ആ ഒരു റൈറ്റർ ഡയറക്ടർ കോംബോ അതും അതിനകത്ത് നല്ല സിങ്ക്രണൈസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 10 സ്റ്റാർ ഞാൻ IMDbയിൽ റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഡങ്കിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.